എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിലാണെങ്കിൽ കൈഡോയും ലൂഫിയും അവർ രണ്ടുപേരും പൊരിഞ്ഞ പോരാട്ടം. മറ്റൊരു ഭാഗത്ത് ജാക്കിനെയും ആ പരസ്പരോയെയും രണ്ടുപേരെയും ഡോക്കിങ്ങും കാറ്റ്കിങ്ങും ചേർന്ന് ഇല്ലാതാക്കി മാറ്റി. വേറൊരു ഭാഗത്താണെങ്കിൽ ബിഗ് മോം ആണെങ്കിൽ പൊരിഞ്ഞ പോരാട്ടം. ഇവിടെ കില്ലറിനാണെങ്കിൽ ആ കാട് വില്ലനെ അറ്റാക്ക് ചെയ്യണമെന്നുണ്ട്. പക്ഷേ അവൻ അറ്റാക്ക് ചെയ്ത് അവനെ കൊല്ലാൻ ശ്രമിച്ചാൽ മരണം സംഭവിക്കുക അത് കില്ലറിന്റെ ക്യാപ്റ്റൻ യൂസ്ട്രസ് കിഡിനെയാണ്. കാരണം യൂസ്ട്രസ് കിഡിന്റെ ലൈഫാണ് ബേസിൽ ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത്. കാട് വില്ലൻ ബേസിൽ ഹോക്കിങ്സ് ആണെങ്കിൽ ഇപ്പൊ കില്ലറിനെ അറഞ്ച് പുറച്ച് അറ്റാക്ക് ചെയ്യും. അവന്റെ അറ്റാക്കുകളിൽ നിന്നെല്ലാം രക്ഷപ്പെടുകയല്ലാതെ അവൻ തിരികെ കാട് വില്ലനെ അറ്റാക്ക് ചെയ്യില്ല. കാട് വില്ലൻ ഇപ്പൊ കില്ലറിനെ തന്നെ നോക്കും. അവൻ ചിരിക്കുന്നത് കേട്ട് കാട് വില്ലന് ഭയങ്കര അത്ഭുതം. അവൻ ഇതുവരെ ഇങ്ങനെ ചിരിക്കുന്നത് കണ്ടിട്ടില്ല. ആണെങ്കിൽ നിർത്താതെ വീണ്ടും വീണ്ടും പൊട്ടിച്ചിരിക്കും. അപ്പൊ അവന് മനസ്സിലാവും ആ ഒരു ഡെവിൾ ഫ്രൂട്ട് കഴിച്ച് ഇവനും ഇത്തരത്തിൽ ചേഞ്ചായി എന്ന്. അപ്പോൾ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഒറോച്ചി അവനെ പറ്റിച്ച് ആ ഡെവിൾ ഫ്രൂട്ട് അതവന് കൊടുത്തതും അതിനുശേഷം അവനും അതിന്റെ സൈഡ് എഫക്റ്റിൽ വീണുപോയി ചിരിക്കാൻ തുടങ്ങിയതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ആലോചിക്കും. ബേസിൽ ഹോക്കിങ്സ് ആണെങ്കിൽ അത് കേട്ട് പൊട്ടിച്ചിരിക്കുകയാണ്. വാവ്, നിനക്ക് പറ്റിയ പണിഷ്മെന്റ് ആണ് നിനക്ക് കിട്ടിയത്. എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷമാണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ വീണ്ടും വീണ്ടും കില്ലറിനെ അറ്റാക്ക് ചെയ്യും. കില്ലറാണെങ്കിൽ ജസ്റ്റ് മിസ്സിന് അവന്റെ അറ്റാക്കിൽ നല്ല രക്ഷപ്പെട്ട് അങ്ങനെ ടെററായിട്ട് നിൽക്കും. ഉടനെ ആ കാട് വില്ലൻ അവനാണെങ്കിൽ ഇപ്പൊ കില്ലറിനോട് പറയും, നിനക്ക് എന്നെ അറ്റാക്ക് ചെയ്യണോ? ധൈര്യമായിട്ട് അറ്റാക്ക് ചെയ്യാം, ഞാൻ നിന്നെ തിരികെ അറ്റാക്ക് ചെയ്യില്ല. കൈയോ കാലോ ബോഡിയോ എന്ത് വേണമെങ്കിലും നിനക്ക് വെട്ടിയെറിയാന്ന് പറഞ്ഞ് അവനങ്ങനെ ഹായ് ആയിട്ട് പരിഹസിച്ച് ചിരിക്കും. അപ്പോഴായിരിക്കും ദൂരത്തായി യൂസ്ട്രസ് കിഡിന്റെ അസിസ്റ്റൻസ് അവരാണെങ്കിൽ ബേസിൽ ഹോക്കിങ്സിനെ കാണേണ്ട താമസം അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഓടി അടുക്കുകയാണ്. അടുത്ത നിമിഷം കില്ലർ ആണെങ്കിൽ അവരെ തടയും. അവർക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. കില്ലർ, നീ എന്തായി ചെയ്യണേ? നമ്മുടെ ബോസിനെ അവനെ ചതിച്ചവനാണ് ഇവൻ. ഒരു കാരണവശാലും ഇവിടുന്ന് ജീവനോട് കൂടെ ഇനി പോകാനായിട്ട് പാടില്ല. കൺട്രോൾ പോയ കില്ലർ ആണെങ്കിൽ ഇപ്പൊ തീർത്തു പറയും, നമ്മുടെ യൂസ്ട്രസ് കിഡിന്റെ ലൈഫ് അതിപ്പോ ഇവന്റെ കയ്യിലാണ്. ഇവനെ അറ്റാക്ക് ചെയ്താൽ പരുക്ക് പറ്റുക യൂസ്ട്രസ് കിഡിനാണ്. ഇവന്റെ തല വെട്ടിയാൽ അവിടെ യൂസ്ട്രസ് കിഡിന്റെ തല അതങ്ങനെ അറന്നു വീഴും. നമ്മൾ ഇവനെ കുത്തിയ പരുക്ക് പറ്റുക യൂസ്ട്രസ് കിഡിനാണ്. ഓൾറെഡി അവൻ ബിഗ് മോമിനോട് ഫൈറ്റ് ചെയ്യാണ്. മാത്രമല്ല എന്റെ അറ്റാക്കിൽ അവന്റെ ബോഡിയിൽ ഇപ്പൊ നല്ല ഇമ്പാക്ട് സംഭവിച്ചിട്ടുണ്ട്. സോ നമുക്കൊരിക്കലും ഡയറക്റ്റ് ആയിട്ട് ഇവനെ അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല. സോൾജേഴ്സിനാണെങ്കിൽ അത് കേട്ട് കൺട്രോൾ പോയി അവരങ്ങനെ ടെററാവാണ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ ചോദിച്ച് അവരങ്ങനെ പരസ്പരം നോക്കും. അത് കേട്ട കാട് വില്ലൻ അവനാണെങ്കിൽ അവന്റെ സ്ക്വാഡ് അങ്ങനെ പാമ്പിനെ പോലെ വളച്ച് പൊളച്ച് കൊണ്ടുവന്ന് ഒരു ചാട്ടയാക്കി മാറ്റി കില്ലറിന്റെ മുഖത്ത് ആഞ്ഞടിക്കും. ഒരടിയിൽ അവന്റെ മാസ്കിൽ ക്രാക്ക് വീണ് അത് തെറിച്ചു പോവാണ്. കില്ലർ ആണെങ്കിൽ അവനെ തിരികെ അറ്റാക്ക് ചെയ്യാതെ അങ്ങനെ പിടിച്ചു നിൽക്കും. അടുത്ത നിമിഷം എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ആ ബേസിൽ ഹോക്കിങ്സ് അവനാണെങ്കിൽ ഇപ്പൊ കില്ലറിനെ വെച്ച് എന്തൊക്കെയോ പ്ലാൻ ചെയ്യാനായിട്ട് തുടങ്ങും. ഇവിടെ അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ യൂസ്ട്രസ് കിഡ് അവനാണെങ്കിൽ ചോരയൊക്കെ തുളുമ്പി അങ്ങനെ നിൽക്കുകയാണ്. ലോ ആണെങ്കിൽ അവനോട് പറയും, ബോഡിയിൽ ഇപ്പോ നല്ല രീതിയിൽ പരുക്ക് പറ്റിയിരിക്കുകയാണ്, നിനക്ക് ആവശ്യം റെസ്റ്റ് ആണ്. സോ ദയവ് ചെയ്ത് നീ അല്പസമയം റെസ്റ്റ് എടുക്ക്. അതിനവൻ ദേഷ്യപ്പെട്ടു പറയും, എന്നെ ആരും തന്നെ ഉപദേശിക്കാൻ വരാൻ പാടില്ല, എനിക്കത് ഒട്ടും ഇഷ്ടമല്ല, എനിക്കിഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്യും, എനിക്കിപ്പോ ഈ ബിഗ് മോമായിട്ട് ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ബിഗ് മോമിന്റെ നേരെ വരും. ബിഗ് മോം ആണെങ്കിൽ അവനെ കളിയാക്കുകയാണ്. അതിനുശേഷം വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് രണ്ടുപേരും പൊരിഞ്ഞ പോരാട്ടം. അതിനിടയിൽ ആ സൺ പവർ അങ്ങനെ കയറി വന്ന് ഇപ്പൊ യൂസ്ട്രസ് കിഡിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അത് കണ്ടല്ലോ അവൻ ചാടി വീണ് അതിനെ അങ്ങനെ ആഞ്ഞു വെട്ടി ദൂരേക്ക് തെറിപ്പിക്കും. ബിഗ് മോം ആണെങ്കിൽ ഫുൾ കലിപ്പില് ഇപ്പൊ ലോയോട് പറയും, ഇത് ഞങ്ങളുടെ ഫൈറ്റ് ആണ്, അതിനിടയിൽ നീ ഇടപെടാൻ പാടില്ല, ഇപ്പൊ ചെയ്തതിന് എനിക്ക് ശിക്ഷയുണ്ടെന്ന് പറഞ്ഞ് ബിഗ് മോം ആണെങ്കിൽ ലോയ്ക്ക് നേരെ വരും. അതേസമയം ഇവിടെ ആ കാട് വില്ലൻ ബേസിൽ ഹോക്കിങ്സ് അവനാണെങ്കിൽ അവന്റെ തന്നെ ബോഡി അവിടെയുള്ള ചുമരിൽ ആഞ്ഞെട്ടിപ്പിക്കുകയാണ്. അതിന്റെ ഇമ്പാക്റ്റില് യൂസ്ട്രസ് കിഡ് അവൻ താഴേക്ക് അടിച്ചു വീഴും. അത് കണ്ട് ബിഗ് മോം ആണെങ്കിൽ അവനെ നോക്കി പരിഹസിക്കും. അടുത്ത നിമിഷം യൂസ്ട്രസ് കിഡും ലോയും അവർ രണ്ടുപേരും പാഞ്ഞു വന്ന് ബിഗ് മോമിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അവളാണെങ്കിൽ ഉഷാറായിട്ട് സ്ക്വാഡ് ഉപയോഗിച്ച് ആഞ്ഞടിച്ച് അവരെ രണ്ടുപേരെയും താഴെ ഇടുകയാണ്. അതിനുശേഷം സൺ പവർ ഇപ്പൊ ലോയെ ആഞ്ഞടിക്കുകയാണ്. ബിഗ് മോമിനാണെങ്കിൽ ഡബിൾ ഹാപ്പി. ആരെയാണ് ആദ്യം കൊല്ലേണ്ടതെന്ന് ചോദിച്ച് അവളാണെങ്കിൽ ടെററായിട്ട് ചിരിച്ച് അവരുടെ അടുത്തേക്ക് കടന്നു വരും. യൂസ്ട്രസ് കിഡ് ആണെങ്കിൽ അപ്പോൾ ഒരുപാട് വേദനയിൽ പൊളയുന്നതായിട്ട് കാണും. അതുകൊണ്ട് ലോ അവനോട് ചോദിക്കും, എന്തു പറ്റി, എന്താ ഉണ്ടായേ? യൂസ്ട്രസ് കിഡിനാണെങ്കിൽ എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല. ബിഗ് മോം ആണെങ്കിൽ അവനോട് ചോദിക്കും, എന്റെ കൈകൊണ്ട് തന്നെ നിന്നെ കൊല്ലണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, പക്ഷെ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അത് കാണുമ്പോൾ നീ തന്നെ മരിക്കുമെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞ് അവൾ അവന്റെ അടുത്തേക്ക് വരും. അതേസമയം ഇവിടെ ആ കാട് വില്ലൻ അവൻ ചുമരിൽ അങ്ങനെ ആഞ്ഞാഞ്ഞിട്ടിക്കും. മറ്റുള്ളവർക്ക് ആർക്കും അവനെ പിടിച്ചു മാറ്റാനോ നിയന്ത്രിക്കാനോ കഴിയില്ല. അതുകൊണ്ട് കില്ലറാണെങ്കിൽ അവന്റെ അടുത്തേക്ക് വന്ന് അവനോട് പറയും, നിനക്ക് ആവശ്യം ആരുടെയെങ്കിലും സോളല്ലേ?
യൂസ്റ്റസ് കിഡിന് പകരം നിനക്ക് എൻ്റെ സോള് അത് സ്വീകരിക്കാം. ഇപ്പൊ ആ ബേസിൽ ഹോക്കിൻസിന്റെ ഒരുപാട് അസിസ്റ്റൻസ് അവരവിടേക്ക് പാഞ്ഞടുക്കുകയാണ്. അവിടേക്ക് വന്ന ആ വില്ലന്മാര് അവരാണെങ്കിൽ യൂസ്റ്റസ് കിഡിന്റെ അസിസ്റ്റൻസിനെ അറഞ്ചം പുറഞ്ചം അടിക്കാനായിട്ട് തുടങ്ങും. ഇവിടെ ആ കാർഡ് വില്ലൻ ബേസിൽ ഹോക്കിൻസ് അവനാണെങ്കിൽ ഇപ്പൊ കില്ലറിനെ അറഞ്ചം പുറഞ്ചം അടിക്കും. അവന്റെ ലക്ഷ്യം കില്ലറിനെ കൊല്ലുക, അതുപോലെ തന്നെ പാരലലി യൂസ്റ്റസ് കിഡിനെ ഇല്ലാതാക്കുക എന്നതാണ്. അവനാണെങ്കിൽ ടെററായി കില്ലറിനോട് പറയും, ഓൾറെഡി നിനക്ക് ഞാനൊരു ഓഫർ തന്നതാണ്, വീണ്ടും ഞാൻ പറയാണ്, യൂസ്റ്റസ് കിഡിനെ ഉപേക്ഷിച്ച് നീ എന്നോടൊപ്പം വരാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് കൈഡോടെ കൂടെ ഒരു നല്ല ലൈഫ് ഉണ്ടാവും, നിനക്ക് കിങ്ങിനെ പോലെ ഹാപ്പി ആയിട്ട് ജീവിക്കാം. അത് കേട്ട് കില്ലർ ആണെങ്കിൽ ഒരു സെക്കൻഡ് ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ഫ്ലാഷ് ബാക്കിൽ യൂസ്റ്റസ് കിഡിന്റെ കപ്പലിൽ കിങ് ആയിട്ട് തന്നെയാണ് കില്ലർ ജീവിച്ചത്. അവനെ ഹാപ്പി ആക്കാൻ യൂസ്റ്റസ് കിഡ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ലാസ്റ്റ് ടൈം എല്ലാവരും അവനെ നോക്കി കളിയാക്കി ചിരിച്ചപ്പോൾ ആരും അവനെ നോക്കി ചിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കില്ലറിനെ കളിയാക്കിയവരെ എല്ലാവരെയും യൂസ്റ്റസ് കിഡ് അവന്റെ സ്ക്വാഡ് ഉപയോഗിച്ച് അങ്ങനെ വെട്ടി വീഴ്ത്തി ഇല്ലാതാക്കി. ഇതാ കില്ലർ ആണെങ്കിൽ ഇപ്പോ അവനോട് തീർത്ത് പറയും, ഇനി ഒരു കാരണവശാലും നീ എന്നെ തല്ലാനായിട്ട് പാടില്ല. അതിൽ കൺട്രോൾ പോയ ബേസിൽ ഹോക്കിൻസ് ആണെങ്കിൽ അവനെ പിടിച്ചു വലിച്ച് അറഞ്ചം പുറഞ്ഞ് തല്ലാണ്. എന്റെ കൊതി തീരുന്നത് വരെ ഞാൻ നിന്നെ തല്ലും, അതല്ല എങ്കിൽ നീ എന്നെ തല്ലിക്കൊല്ല്, ഞാനതിന് വെയിറ്റ് ചെയ്യാണ്. കില്ലർ ആണെങ്കിൽ അത് കേട്ട് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയില്ല. ബേസിൽ ഹോക്കിൻസ് അവൻ ചെയ്യുന്ന അറ്റാക്ക് മുഴുവൻ ഇപ്പൊ കില്ലർ ഏറ്റുവാങ്ങുകയാണ്. അതിനുശേഷം ബേസിൽ ഹോക്കിൻസ് ആണെങ്കിൽ വീണ്ടും പറയും, ഞാൻ നിനക്ക് വീണ്ടും വീണ്ടും അവസരം തരാൻ തയ്യാറാണ്, നിങ്ങളെ കൊണ്ട് ഒരിക്കലും കൈഡോയെ തോൽപ്പിക്കാൻ പറ്റില്ല. നിന്റെ ബോസ് യൂസ്റ്റസ് കിഡിന് അവനെ കൊണ്ട് കിങ് ആവാനും കഴിയില്ല. കൈഡോ അവൻ 4 എംപറേഴ്സിൽ ഒരാളാണ്. വർഷങ്ങളായിട്ട് ഈ കടൽ തന്നെ ഭരിക്കുന്നത് കൈഡോ ആണ്. അവനെ കൊണ്ട് മാത്രമേ നീ കിങ് ഓഫ് ദ പൈററ്റായി മാറാൻ കഴിയൂ. നീ ഇപ്പോഴെങ്കിലും മര്യാദയ്ക്ക് ഞാൻ പറയുന്ന അനുസരിക്കുകയാണെങ്കിൽ അവനോടൊപ്പം ഞാൻ നിന്നെയും ചേർത്ത് നിനക്കൊരു ബെറ്റർ ലൈഫ് അത് ഞാൻ എൻഷുർ ചെയ്ത് തരാം. കില്ലർ ആണെങ്കിൽ അത് കേട്ട് ചിരിക്കും. സത്യത്തിൽ നിനക്കും ആ ഒരു കൈഡോടെ കൂടെ ചേരാനായിട്ട് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്കറിയാം. അവന്റെ ആ ലുക്കും അവന്റെ ടെറർ ഫേസും കണ്ടാണ് അവന്റെ ടീമിൽ ചേർന്നതെന്ന് പറഞ്ഞ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ കൈഡോ ആണെങ്കിൽ ഇപ്പൊ ബേസിൽ ഹോക്കിൻസിന്റെ മുൻപിലേക്ക് ചാട്ടി വീഴുകയാണ്. നിങ്ങൾ വേസ്റ്റ് ജനറേഷനിലുള്ള ആളുകളല്ലേ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നോടൊപ്പം ചേരാം, അതല്ല എങ്കിൽ നിങ്ങളെ ഞാൻ തല്ലിക്കൊല്ലും. എന്നോടൊപ്പം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ലൈഫ് ഇത് തീർച്ചയായിട്ടും എനിക്ക് തരാൻ കഴിയും. നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും കൂടുതൽ എല്ലാ കാര്യങ്ങളും നിങ്ങളെ തേടിയെത്തും. വേറെ വഴിയില്ലാതെ ബേസിൽ ഹോക്കിൻസ് അവനാണെങ്കിൽ ആ ഓഫർ സ്വീകരിക്കുകയാണ്. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും, എനിക്കറിയാം നീ അവന്റെ ഭീഷണിക്ക് വഴങ്ങിയാണ് അവന്റെ ടീമിൽ ചേർന്നതെന്ന്. ഒരിക്കലും കൈഡോ ജയിക്കാൻ പോകുന്നില്ല, ഇപ്പോഴും നിനക്ക് മാറി ചിന്തിക്കാനായിട്ട് അവസരമുണ്ട്. പക്ഷെ ബേസിൽ ഹോക്കിൻസ് ആണെങ്കിൽ തീർത്തു പറയും, ഒരു കാരണവശാലും നിങ്ങൾ ജയിക്കില്ല, കൈഡോ തന്നെയാണ് ജയിക്കുക എന്ന് പറഞ്ഞ് അവൻ ഫൈറ്റ് ചെയ്യാനായിട്ട് വരികയാണ്. ഇത്തവണ കില്ലർ ആണെങ്കിൽ പുറകിലേക്ക് പോകില്ല. അവന് സ്ക്വാഡുമായിട്ട് ഇപ്പൊ ബേസിൽ ഹോക്കിങ്ങിനെ അറ്റാക്ക് ചെയ്യാൻ അവന്റെ അടുത്തേക്ക് പാഞ്ഞെടുക്കും. മറ്റൊരു ഭാഗത്ത് യൂസ്റ്റസ് കിഡ് അവൻ ഒരുപാട് പെയിനൊക്കെ എടുത്ത് അങ്ങനെ പൊളയാണ്. ലോ ആണെങ്കിൽ അവനെ കൊണ്ട് പറ്റും പോലെ യൂസ്റ്റസ് കിഡിനെ ഹെൽപ്പ് ചെയ്യും. ഇവിടെ കില്ലർ ആണെങ്കിൽ ഇപ്പൊ ബേസിൽ ഹോക്കിൻസിന്റെ ലെഫ്റ്റ് കൈ അതങ്ങനെ വെട്ടിയെറിയും. വേദനയിൽ അവൻ നിലവിളിക്കും. അവൻ ദേഷ്യപ്പെട്ട് പറയും, നീ എന്റെ ലെഫ്റ്റ് ഹാൻഡ് വെട്ടിയെറിഞ്ഞ നഷ്ടപ്പെടാൻ പോകുന്നത് യൂസ്റ്റസ് കിഡിനാണെന്ന് പറയും. അത് കേട്ട് കിന്ന് അവൻ ക്യാഷ്ഡായിട്ട് പറയും, യൂസ്റ്റസ് കിഡിന് ഹാൻഡ് ഇല്ല. അത് കേട്ട് അവൻ ഞെട്ടുകയാണ്. കില്ലർ ആണെങ്കിൽ അവന്റെ അറുത്തെടുത്ത കയ്യിൽ നിന്ന് യൂസ്റ്റസ് കിഡിന്റെ ആ ഒരു ഡോള് അത് പുറത്തേക്ക് എടുത്ത് അവനെ സ്വതന്ത്രനാക്കുകയാണ്. ബേസിൽ ഹോക്കിൻസിന് മനസ്സിലാവും ഇത് അവന്റെ ലാസ്റ്റ് ഫൈറ്റ് ആണ്. സോ അവൻ അവന്റെ കില്ലർ ഫോമിലേക്ക് ആ കാർഡ് എടുത്ത് പതിയെ ട്രാൻസ്ഫോം ആവുകയാണ്. കില്ലറിനാണെങ്കിൽ യാതൊരു കൂസലും ഇല്ല. അവൻ ചാടി വന്ന് ആ ഒരു രൂപത്തെ ആദ്യം വെട്ടി വീഴ്ത്തും. ഇവിടെ ബേസിൽ ഹോക്കിൻസ് കാർഡ് എടുത്ത് അവന്റെ ലൈഫ് സ്പാൻ നോക്കും. ഒരു പിരമിഡ് അത് തകർന്നു വീഴുന്നതായിട്ടായിരിക്കും ആ കാർഡിൽ ഉണ്ടാവുക. അവനത് നോക്കി നിൽക്കുമ്പോൾ തന്നെ കില്ലർ ഇപ്പൊ ബേസിൽ ഹോക്കിൻസിനെയും അവന്റെ കാർഡിനെയും വെട്ടി താഴെയിടുകയാണ്. ആ സ്പോട്ടിൽ തന്നെ ഇപ്പൊ ബേസിൽ ഹോക്കിൻസ് അവൻ നോക്കൗട്ട് ആവും. കട്ട് ചെയ്ത ഇവിടെ യൂസ്റ്റസ് കിഡ് അവനാണെങ്കിൽ അവന്റെ ബാരിയേഴ്സ് എല്ലാം തകർന്ന് ഇപ്പോ ഫ്രീ ആയിരിക്കുകയാണ്. അവൻ ടെററായി മോമിന്റെ അടുത്തേക്ക് വരും. ബിഗ് മോമിനാണെങ്കിൽ ഭയങ്കര അത്ഭുതം, ഇത്രയും നേരവും ഒരുപാട് വേദനയിലും യൂസ്റ്റസ് കിഡ് അവനിപ്പോ ബാക്ക് ടു നോർമൽ ആയിരിക്കുകയാണ്. അത് കണ്ട് അവൾ അങ്ങനെ വണ്ടറടിക്കും. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.